ബ്ലോക്ക് ബസ്റ്റർ പടം ആവേശത്തിൽ ഇതില്ല. ഹിറ്റടിച്ച് 200 കോടി ക്ലബിൽ കയറിയ മഞ്ഞുമൽ ബോയ്സിലും ഇതില്ല. എന്തിനാ കൊല്ലത്തെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച 2012 പോലും ഈ സാധനം ഇല്ല. ഇതിലേക്ക് പിന്നെ എന്ത് സിനിമ? ആ ഇല്ലാത്ത സാധനം എന്താന്നല്ലേ? പറഞ്ഞുതരാം. ഈ ഇടയായിട്ട് നമ്മുടെ നാട്ടിൽ ഫെമിനിസ്റ്റുകളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. മലയാളികളുടെ ഹിറ്റ് സിനിമകളിൽ സ്ത്രീ കഥാപാത്രമില്ല എന്നാണ് ഇവരുടെ പുതിയ പരാതി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസ്താദ് ഹോട്ടലും ബാംഗ്ലൂർ റേസ് ഒക്കെ എടുത്ത അഞ്ജലി മേനോൻ വരെ ഇതിനു വേണ്ടി സ്റ്റോറി ഇട്ടിരുന്നു. ഇത് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം, ഇവരിൽ പലരും നല്ല അസൽ ഇരട്ടത്താപ്പാണ്. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചത്. ഫെമിനിസം, LGBTQ, വോക്ക് കൾച്ചർ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് അധികം കൊല്ലമൊന്നും ആയിട്ടില്ല. മലയാള സിനിമയിൽ ഫെമിനിസം എന്ന് പറയുന്ന സംഭവത്തിന്റെ ഒക്കെ എല്ലാത്തിന്റെയും തുടക്കം ഇവിടെ നിന്ന്. അങ്ങനെ അത് ഭയങ്കര പ്രശ്നം. നാട്ടുകാർ ഇവരെടുത്ത് പൊങ്കാലിടുന്നു, സിനിമാക്കാർ തമ്മിലടിയാവുന്നു. അങ്ങനെ ഒരു പൂരത്തല്ല്. ആസ് എ റിസൾട്ട് പാർവതി, രേവതി, ഗീതു മോഹൻദാസ് എന്നിങ്ങനെ പറഞ്ഞ് കുറച്ച് സീനിയർ ആക്ടേഴ്സ് ചേർന്നിട്ട് WCC എന്ന് പറഞ്ഞൊരു സംഘടന തുടങ്ങി. പിന്നെ ഒറ്റ മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ സംഘടന തുടങ്ങിയ കാര്യം തന്നെ അവർ പറഞ്ഞു. ഈ ഒരു സംഘടന വന്നുകൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾക്ക് ഒരു ഗുണവും ഉണ്ടായില്ല. കാസ്റ്റിംഗ് കൗച്ച് വരെ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നവും ഇവർക്ക് അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഈ ഒരു ഓർഗനൈസേഷൻ ഫുൾ ആയിട്ട് ഒരു ഫെയിലിയർ ആയി മാറി. സത്യം പറഞ്ഞാൽ എലൈറ്റ് ക്ലാസ്സിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം തുറന്നു വെച്ച ഒരു PDF. നമുക്ക് ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. ഹിസ്റ്ററി എടുത്തു നോക്കിയ ഫെമിനിസം എന്ന് പറയുന്ന ആശയം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഏർലി 19th സെഞ്ചുറിയിൽ പൈസയുള്ള എലീറ്റ് ക്ലാസ്സിലുള്ള സ്ത്രീകൾ ഉണ്ടാക്കിയതാണ് ഫെമിനിസം. അതും അവർ ബാക്കിയുള്ള സ്ത്രീകളായിട്ട് കൺസിഡർ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം സെയിം മെന്റാലിറ്റിയാണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. അവർക്ക് വേണ്ടി പറയാൻ വേണ്ടി മാത്രം ഒരു സംഘടന ഉണ്ടാക്കി. പക്ഷെ ട്വിസ്റ്റ് വരുന്നത് അവിടെയല്ല. ഇന്ന് മലയാള സിനിമകളിൽ വരെ ഫെമിനിസം, LGBTQ എല്ലാം കാണിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് എങ്ങനെ വന്നു? നമ്മൾ നേരത്തെ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ടൈം ലൈനിലാണ് സിനിമയെ ഭയങ്കരമായിട്ട് ഭാവിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു സാധനം വളർന്നു വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് യൂട്യൂബ് മാത്രമാണെന്ന് ഞാൻ പറയില്ല. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലത്തെ സോഷ്യൽ മീഡിയാസ് വളർന്നു വരാൻ തുടങ്ങി. മലയാളികൾക്ക് സ്വന്തമായിട്ട് ഒരു സൈബർ സ്പേസ് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോഴാണ് മല്ലു അനലിസിന്റെ പോലുള്ള കുറെ യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഫെമിനിസം, വോക്ക് കൾച്ചർ ഒക്കെ ഇതിൽ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഇവർക്ക് പതുക്കെ റീച്ച് കിട്ടാൻ തുടങ്ങി. പുതിയ ജനറേഷനിലുള്ള പലരും ഇവർ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഈ റീച്ച് കണ്ട് ഫെമിനിസം എന്ത് മണ്ണാങ്കട്ടയാണെന്ന് പോലും അറിയാത്ത കുറെ പേര് ഇവരുടെ പിറകെ കൂട്ടി പിടിച്ചിറങ്ങാൻ തുടങ്ങി. ബട്ട് ദ ഓൺലി തിങ് ദേ കെയർ അബൌട്ട് വാസ് ലൈക്സ്, വ്യൂസ്, റീച്ച് ആൻഡ് സംതിങ് എൽസ്. ഇവരൊക്കെ നല്ല അസൽ ഇരട്ടത്താപ്പാന്ന് നമുക്ക് സിമ്പിൾ ലോജിക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു പെൺകുട്ടിക്ക് ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ഒരു അബ്യൂസോ സോഷ്യൽ മീഡിയ വഴി ആ കുട്ടി പറഞ്ഞാൽ ഇവർ കയറും പൊട്ടിച്ചുകൊണ്ട് വരും. ഇവർക്ക് പറയാൻ 100 നാവുണ്ടാവും. ഇതെങ്ങാനും ഒരാണിനാണ് പറ്റിയത്, പെണ്ണാണ് പ്രതിയെങ്കിൽ ഇവരാരെ ഈ പരിസരത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ആഫ്റ്റർ ഓൾ പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസ്ക്രിമിനേഷൻ, അബ്യൂസ് ആർ നോട്ട് ജെൻഡർ ബേസ്ഡ്. പക്ഷെ ഇവരുടെ ഈ വളർച്ച കുറച്ച് പേര് അവിടെ മാറി ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു റീച്ച് കണ്ട് ഫെമിനിസം, LGBTQ പോലത്തുള്ള സബ്ജക്റ്റുകൾ സിനിമയിൽ വെച്ചാൽ പുതിയൊരു ഓഡിയൻസിനെ കിട്ടുമെന്നും അതുവഴി കുറച്ചുകൂടി നന്നായിട്ട് പടം സെല് ചെയ്യാൻ പറ്റുമെന്നും സിനിമാക്കാരൊക്കെ വിചാരിച്ചു. ഇത് ഒരു ഇൻഡസ്ട്രിയുടെ കഥയല്ല, പല ഇൻഡസ്ട്രികളുടെയും കഥയാണ്. ഇതിന്റെ മെയിൻ ഇരയാണ് ഹോളിവുഡ്. പക്ഷെ ഹോളിവുഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയാം. നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ കൂടി കണ്ടുപിടിച്ച ഒരു സാധനമാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. തുടക്കകാലത്ത് ഇത് വളരെ നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കുറെ നല്ല കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസവും വന്നിരുന്നു. പക്ഷെ കാലം കഴിയുന്തോറും ഇത് ഓവർ ആവാൻ തുടങ്ങി. ഇപ്പൊ ഇതിനെ കൂട്ടുപിടിച്ച് അവർ പറയുന്നത് മിക്കതും ഫസ്റ്റ് ക്ലാസ് പൊട്ടത്തരമാണ്. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഇവർ ഒഫൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു ബുദ്ധിയുള്ള ആൾ പറഞ്ഞ പോലെ, ഇഫ് യു ആർ ഒഫൻസീവ് ദാറ്റ് ഡസൻറ്റ് മീൻസ് യു ആർ റൈറ്റ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഒരു കഥയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വേൾഡ് ഉണ്ട്. അതിന്റെ ക്യാരക്ടേഴ്സിന് അവരുടേതായ സ്വഭാവമുണ്ട്. അതിനനുസരിച്ച് വേണം അവർ പെരുമാറാൻ. അപ്പോഴേ അത് ലോജിക്കലായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ഇത് പറഞ്ഞെടുക്കുന്ന പലരുടെയും മൈൻഡിൽ അഡോൾഫ് ഹിറ്റ്ലർ സ്ക്രീനിൽ വന്നാൽ പോലും പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം, മാന്യമായിട്ട് സംസാരിക്കണം, സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറണം എന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഹൗ ഇല്ലോജിക്കൽ ഇറ്റ് ഈസ്. ഇതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മൾ അനിമൽ റിലീസായപ്പോൾ കണ്ടിരുന്നു. അനിമൽ ആ ടൈറ്റിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയുള്ള ആൾക്കാരുടെ കഥയാണ് അതെന്ന്. അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസും സ്ത്രീ വിരുദ്ധതയും കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ആ പടം ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു മേഡം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് ഹോളിവുഡിലേക്ക് വരാം. വോക്ക് കൾച്ചർ, LGBTQ, വുമൺ എംപവർമെന്റ് ഇതൊക്കെ പറഞ്ഞ് അവസാനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോളിവുഡ്. മെയിൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മാർവലിനെ എടുക്കാം. എൻഡ് ഗെയിം കഴിഞ്ഞ് വുമൺ എംപവർമെന്റ് എന്നും പറഞ്ഞ് അവർ കാണിച്ചു കൂട്ടിയത് നമ്മൾ പലർക്കും സഹിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറം. മാർവൽസും സോണിയുടെ മാഡം വെബ് ഒക്കെ 8 നിലയിലാണ് പൊട്ടിയത്. എന്നിട്ട് അവർക്ക് ഇതുവരെ നേരം എടുത്തിട്ടില്ല. മാർവൽ ചെയ്യുന്നതും ഇപ്പൊ പൈരറ്റ്സ് ഓഫ് കരീബിയൻ ചെയ്യാൻ പോകുന്നതും ഒക്കെ ഇതുവരെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സിനെ മാറ്റി വുമൺസിനെ ഫോക്കസ് ചെയ്യാണ്. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, വുമൺ എംപവർമെന്റ്, ഫെമിനിസം എന്ത് വേണമെങ്കിലും കാണിച്ചോളൂ. പക്ഷേ ഉള്ള സാധനം നശിപ്പിച്ചോണ്ടാവരുത്. അതിന്റെ ഇടയിൽ കൂടെ കുറെ നെറ്റ്ഫ്ലിക്സുകാരും ഉണ്ട്. അവർ സീരീസുകളിലൊക്കെ ഗേ ലെസ്ബിയൻ പ്രണയമൊക്കെ കുത്തിക്കേറ്റാണ്. സത്യം പറഞ്ഞ ഇവരുടെ സാധാരണ ഓഡിയൻസിന് ഭ്രാന്താവുന്നുണ്ട്. അതിന്റെ ഇടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്നൊക്കെ പറഞ്ഞ് ടോം ഹോളണ്ടിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റില് ഫ്രാൻസിസ്ക എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ലേഡിനെ കാസ്റ്റ് ചെയ്തേക്കുക. അഫ്കോഴ്സ് റേഷ്യലായിട്ടും കുറെ ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ ആ നടിക്കെതിരെ വരുന്നുണ്ട്. അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു നാടകമാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അത് ലിയോണാർഡോ ഡികാപ്രിയോ സിനിമയാക്കി വെച്ചിട്ടുണ്ട്. 16ാം നൂറ്റാണ്ടിലെ ഒരു രാജകുടുംബത്തിലെ അംഗമാണ് ജൂലിയറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ. അത് ഒരു
ഒരിക്കലും പുള്ളിക്കാരിക്ക് പോർട്രേ ചെയ്യാൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയാം. ഒരു റോൾ ഒരാളെ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിനിമം ഒരു ലോജിക്കെങ്കിലും വേണ്ടേ? നമുക്ക് സിനിമകളുടെ റെപ്രസെന്റേഷൻ കൊടുക്കാം, വോക്ക് കൾച്ചർ പ്രൊമോട്ട് ചെയ്യാം, പക്ഷെ ഉള്ളത് നശിപ്പിച്ചുകൊണ്ടാവരുത്. അതും ഒരു ക്ലാസിക്കിനെ നശിപ്പിച്ചുകൊണ്ടാവരുത്. ഈ 100% ഉറപ്പാണ് ഇവർ സ്ക്രിപ്റ്റിലും കഥയിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തും. മഹാൻ സിനിമയിൽ പറയുന്ന പോലെ നിങ്ങൾ വോക്ക് കൾച്ചറിനെ സപ്പോർട്ട് ചെയ്താലും നിങ്ങൾ പാട്രിയാർക്കിനെ സപ്പോർട്ട് ചെയ്താലും നിങ്ങൾ ഒരു എക്സ്ട്രീമിസ്റ്റ് ആണെങ്കിൽ അത് 100% തെറ്റാണ്. ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ വെൽക്കം ഓൺ ബോട്ട്, യുവർ നെക്സ്റ്റ് മിസ്. ഇനി നമുക്ക് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് ഒരു കാര്യം ആലോചിച്ച് നോക്കാം. ഇവരിപ്പോ പറയുന്ന പോലെ മഞ്ഞുമൽ ബോയ്സിലും ആവേശത്തിലും 2012 മെയിൻ ആയിട്ട് ഒരു വുമൺ ലീഡ് ഉണ്ടാവുമായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻസ്? വെറും ഒരു ഐ ക്യാൻഡി റോളായി പോകുന്നത്. ഈ പടം എത്ര നല്ലതാണെങ്കിലും എത്ര നല്ല റെസ്പോൺസ് വന്നാലും ആൾക്കാർ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തിനായിരുന്നു അവരുടെ ആവശ്യം എന്ന് എല്ലാവരും ചോദിക്കും. എന്തിനും മലയാളത്തിലെ ഹിറ്റ് സിനിമകളുടെ സ്ത്രീകളില്ല എന്ന് പറയുന്ന ഇവര് വരെ വുമണിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നാടി ഉണ്ടാക്കാൻ പോകുന്നത്. ഇവരൊക്കെ ആലോചിക്കേണ്ട ഒരു പഴഞ്ചൊല്ലുണ്ട്, ഉന്തിക്കേറ്റിയ ഊരിപ്പോരും. നമ്മൾ ഒരു കാര്യം ഫോഴ്സ്ഫുള്ളി പറയാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഫുള്ളി റെപ്രസെന്റേഷൻ കൊടുക്കാൻ നോക്കുമ്പോൾ അറ്റ്ലാസ്റ്റ് അതൊരു മോശം സാധനമായിട്ട് വരും. ഈ എഴുത്ത് ലാപ്പത്ത ലേഡീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രിട്ടിക്കലി അക്ലെയിം കിട്ടിയ ഒരു പടമുണ്ട്. അത് നല്ലൊരു സിനിമയാണ്. പക്ഷെ ഫെമിനിസം പറയാൻ വേണ്ടി മാത്രം ഒരു ക്യാരക്ടറിനെയും കൊണ്ടൊന്ന് മനഃപൂർവ്വം കുറെ ഡയലോഗ്സ് കുത്തിക്കേറ്റിയ പോലെ എനിക്ക് തോന്നി. പോരാത്തതിന് ആ പടത്തിന്റെ എൻഡിങ്ങില് വില്ലൻ 100% ഔട്ട് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. സത്യം പറഞ്ഞ ഫെമിനിസത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പലരും ഈ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സൈഡ് മറന്നു പോകുന്നുണ്ട്. ഈവൻ ദോ അതൊരു നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നിയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ നെഗറ്റീവ് എനിക്ക് ഫീൽ ആയി. ഈവൻ ദോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ഓൾ വി ഇമാജിൻ ഈസ് ലൈഫ് എന്ന് പറയുന്ന സ്ത്രീകൾ ലീഡായിട്ട് വന്നിട്ടുള്ള ഒരു മലയാള സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീനിങ് കഴിഞ്ഞു കാണും. ചെറിയൊരു പാർട്ടാണെങ്കിലും മഞ്ഞുമൽ ബോയ്സിലും 2012 ആവശ്യത്തിലൊക്കെ നല്ല നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവർ കാണില്ല. ബിക്കോസ് ദേ ആർ എലീറ്റ്സ് ആൻഡ് ദേ ആർ ടു ബ്ലൈൻഡ് ടു സീ ആൻഡ് ദേ സപ്പോർട്ടേഴ്സ് ആർ ജസ്റ്റ് ബ്ലൈൻഡ് ഫോളോവേഴ്സ്. ഇതിലേക്ക് വ്യത്യാസം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ തന്നെ നാട്ടിലുള്ള മറ്റ് ഇൻഡസ്ട്രികളുടെ സിനിമകൾ നമുക്ക് നോക്കാം. നായികമാരെന്ന് പറഞ്ഞാൽ നായകന്റെ കൂടെ ഡാൻസ് കളിക്കാനും ജസ്റ്റ് ഗ്ലാമർ കാണിക്കാനുള്ള ജസ്റ്റ് ഐ ക്യാൻഡി റോൾസ് ആണ് അവിടെ ഉള്ളത്. ഈവൻ സൗന്ദര്യം എന്ന് പറയുന്ന സാധനങ്ങളില്ലെങ്കിൽ ഒരു ലോഡ് കണക്കിന് ആൾക്കാരായിരിക്കും അവിടെ ഫീൽഡ് ഔട്ട് ആവാൻ പോകുന്നത്.